മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാത്രി കിടക്കാനായി ബെഡ്റൂമിലെത്തുന്ന ബാലചന്ദ്രനോട് അമ്മയുടെ മരുന്ന് വാങ്ങിക്കണമെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അമ്മയുടെ മെഡിക്കൽ കാർഡ് എവിടെയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ തൻ്റെ പേഴ്സിലുണ്ടെന്ന് വൈജയന്തി പറയണ കേട്ട് ബാലചന്ദ്രൻ അവളുടെ ബാഗിൽ നിന്ന് പേഴ്സ് എടുക്കുന്നുണ്ട്. അതിലാ വെച്ചിരുന്നേ നോക്കിയെന്ന് വൈജയന്തി പറയുമ്പോൾ തിരഞ്ഞിട്ട് കാണാഞ്ഞ് ബാലചന്ദ്രൻ അതെല്ലാം കൂടി കട്ടിലേക്ക് കുടഞ്ഞിടുന്നുണ്ട്. അപ്പോഴാണ് ചിതറിക്കിടക്കുന്ന ക്യാഷിനിടയിൽ വൈജയന്തിയുടെ കാണാതെ പോയ മോതിരം ബാലചന്ദ്രൻ കാണുന്നത്. ബാലചന്ദ്രൻ അത് കയ്യിലെടുത്തോണ്ട് ഇതല്ലേ നിന്റെ കാണാതെ പോയ 1.5 പവന്റെ മോതിരം? എന്നിട്ട് നീ അലീനയെ സംശയിച്ചു. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ആ കുട്ടിയെ ചോദ്യം ചെയ്യിപ്പിച്ചാലോ എന്നുവരെ നീ ആലോചിച്ചില്ലേ എന്ന് ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് അങ്ങനെ ചെയ്തില്ലല്ലോ, പേഴ്സിൽ വെച്ച കാര്യം താൻ മറന്നുപോയെന്നും മറവി എല്ലാവർക്കും ഉള്ളതാണെന്നും വൈജയന്തി പറയുന്നുണ്ട്. വൈജയന്തി ഇപ്പൊ തന്നെ അലീനയുടെ അടുത്തേക്ക് ചെന്ന് മോതിരം കാണിച്ച് സോറി പറയണമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വീട്ടുവേലയ്ക്ക് നിൽക്കണ പെണ്ണിൻ്റെ അടുത്തല്ലേ സോറി, അത്രയ്ക്ക് തരം തഴേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് വൈജയന്തി ഒച്ചവെക്കുന്നുണ്ട്. ഇത് കേട്ട് ബാലചന്ദ്രൻ കള്ളന്മാരെ വിശ്വസിക്കുന്നതിലും എത്രയോ വലിയ തെറ്റാണ് സത്യസന്ധന്മാരെ കള്ളൻ എന്ന് വിളിക്കുന്നത് എന്നുപദേശിക്കുമ്പോൾ എന്തായാലും സാധനം കിട്ടിയില്ലേ, വിഷമിച്ചു പോയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ മോതിരം പിടിച്ചു വാങ്ങി വിരലിലിട്ടുകൊണ്ട് ഡോർ അടച്ച് ഉറങ്ങാനായി കയറി കിടക്കുക. രാവിലെ ആവുമ്പോൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയത്താണ് ബാലചന്ദ്രൻ കാണാതായ മോതിരം കിട്ടിയെന്ന് മക്കളോടായി പറയുന്നത്. എവിടുന്നാ കിട്ടിയത്, ആരാച്ച എടുത്തതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അത് ഇവളുടെ പേഴ്സിലുണ്ടായിരുന്നു, ഇവൾ അത് മറന്നുപോയതാ, അതിനിവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, ചോദ്യം ചെയ്യണം, പോലീസിനെ വിളിക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ വൈജയന്തിയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് സ്വർണവും പണവും പോയാൽ പിന്നെ പോലീസിൽ അറിയിക്കണ്ടേ, അതൊരു നാട്ടുനടപ്പല്ലേ, ഞാനും അത്രയേ പറഞ്ഞുള്ളൂ എന്ന് വൈജയന്തി പറയുമ്പോൾ വെറുതെ ആ സെർവന്റ് ചേച്ചിയെ കള്ളിയാക്കിയെന്ന് കൃഷ്ണ സങ്കടത്തോടെ പറയുന്നുണ്ട്. നമ്മൾ ആരെയും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, സംശയിക്കാനുള്ളവരെ സംശയിക്കുക തന്നെ വേണം എന്ന് വൈജയന്തി പറയുമ്പോൾ അലീനയോട് നീ മോതിരം കിട്ടിയ കാര്യം പറഞ്ഞോന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടേ. പറഞ്ഞില്ല, പിന്നെ പറഞ്ഞോളാന്ന് വൈജയന്തി പറയുമ്പോൾ പിന്നെപ്പോഴാ പറയേണ്ടത്, സമയത്തു തന്നെ പറയണമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട്. കാണാതായ മോതിരം കിട്ടിയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ കിട്ടിയത് നന്നായി, സന്തോഷമെന്ന് അലീന ഒരു ഭാവഭേദവുമില്ലാതെ പറയുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ മുന്നിൽ ആകെ ചെറുതായി പോയ ബാലചന്ദ്രൻ അവളെ വിളിച്ച് അലീന, നിന്നെ ഞങ്ങൾ ഇന്നലെ വെറുതെ സംശയിച്ചു, സോറി കേട്ടോ എന്ന് ബാലചന്ദ്രൻ ടെൻഷനോടെ പറയുമ്പോൾ അതിപ്പോ ആരായാലും സംശയിക്കും, പുറത്തുനിന്ന് വന്ന ആള് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതിനിപ്പോ സോറിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കാനായി അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ടേ. ബാലചന്ദ്രൻ സോറി പറഞ്ഞത് തനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് വൈജയന്തി പറയുമ്പോൾ വൈജയന്തിക്ക് വേണ്ടിയിട്ടാ താൻ സോറി പറഞ്ഞതെന്നും അവൾ എത്ര അവളെ ഹരാസ് ചെയ്തെന്നും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായി, അവളുടെ റിയാക്ഷൻ കണ്ടില്ലെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അത് അവളുടെ അന്തസ്, അവളെ സംശയിച്ച നമ്മളെല്ലാവരും അവളെ കണ്ടു പഠിക്കണം, അവളെ പോലീസിൽ ഏൽപ്പിക്കാൻ വരെ ആലോചിച്ചവളല്ലേ നീ, അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ, എന്നിട്ടൊരു സോറി പറയാൻ പോലും നിനക്ക് തോന്നിയില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ പിന്നെ വീട്ടുവേലക്കാരുടെ അടുത്തല്ലേ സോറി പറയുന്നത് എന്ന് വൈജയന്തി പുച്ഛത്തോടെ പറയുമ്പോൾ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് ബാങ്കിൽ പോവാൻ റെഡിയായി യാത്ര പറയാനായി വൈജയന്തി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ പ്ലേറ്റും ഗ്ലാസും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫുഡെല്ലാം എങ്ങനെയുണ്ട്, വായി വെക്കാൻ കൊള്ളാമോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ നല്ലതാണെന്നും ചായയും കറിയുമെല്ലാം നല്ല രുചിയുള്ളതാണെന്നും അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് രുചി വല്ലതും അറിയാമോ, പ്രായമായില്ലേന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങി അലീനയെ ഒച്ചയെടുത്ത് വിളിക്കണ കണ്ട് നീ എന്തിനാ അവളെ വിളിക്കണമെന്ന് അമ്മ ചോദിക്കുക. അമ്മയുടെ കൈയും വായും കഴുകിച്ചോ അവള്, ഈ പ്ലേറ്റും ഗ്ലാസും ഇവിടെ ഇരുന്നാ മതിയോ, എടുത്തോണ്ട് പോയി കഴുകണ്ടേന്ന് വൈജയന്തി ഒച്ച വെക്കുമ്പോൾ അവൾ അത് ചെയ്തോളും, നീ കിടന്നലയ്ക്കണ്ട, അവൾക്ക് 100 കൂട്ടം പണിയുള്ളതാ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന അങ്ങോട്ട് എത്തുന്നുണ്ടേ. എന്തിനാ വിളിച്ചെന്ന് അലീന ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴുകാതെ വെച്ച പ്ലേറ്റും ചൂടിക്കൊണ്ട് ഇതെന്തുവാടി എടുത്തോണ്ട് പോണ്ടേന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ആ പ്ലേറ്റും ഗ്ലാസും എടുത്തോണ്ട് കഴുകാനായി പോകുമ്പോഴേക്കും അമ്മയുടെ കൈയും വായും കഴുകിച്ചോ നീ എന്ന് വൈജയന്തി വീണ്ടും അവളോടായി ചോദിക്കുക. ഇപ്പോൾ തന്നെ കഴുകിക്കാമെന്ന് അലീന പറയുമ്പോൾ നീ നിന്റെ പണിയെല്ലാം തീർത്തിട്ട് സാവധാനം വന്നാൽ മതിയെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. സാരമില്ലെന്നും പറഞ്ഞ് അലീന പോയി ഒരു കപ്പിൽ വെള്ളവുമായി വന്ന് മുത്തശ്ശിയുടെ കൈയും വായുമൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. വൈജയന്തിയാണെങ്കിൽ അപ്പോഴും അലീനയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തന്നെ നിൽപ്പാ. അലീന തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ മോതിരം കിട്ടിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. കിട്ടിയെന്ന് വൈജയന്തി താല്പര്യമില്ലാതെ പറയണ കേട്ട് നിന്റെ പറച്ചിൽ കേട്ടാൽ അത് കിട്ടണ്ടായിരുന്നു എന്ന് തോന്നുന്നുവല്ലോ
നീ ഇവളെ വെറുതെ സംശയിച്ചതല്ലേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അപ്പോഴേക്കും മോതിരം കിട്ടിയ വിവരം അമ്മയുടെ അടുത്തെത്തിച്ചോന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുക. അലീനയല്ല കൃഷ്ണമോളാണ് തന്നോട് പറഞ്ഞതെന്നും തെറ്റു ചെയ്യാത്തവരെ തെറ്റുകാരായി കാണുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം വരുമെന്നും മുത്തശ്ശി പറയണ കേട്ട് എല്ലാവരും കൂടി തലയിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്ക്. തനിക്കിപ്പോഴും സംശയം മാറിയിട്ടില്ലെന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഇനി എന്താ സംശയം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ പറയാം എന്ന് അലീനയെ അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് വൈജയന്തി പറയണ കേട്ട് അലീനയും സംശയത്തോടെ വൈജയന്തി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. വൈജയന്തിക്ക് എന്താ അലീനയോട് ഇത്രയും ദേഷ്യം? ഇവളെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇവളെങ്ങനാ ഈ വീട്ടിലെത്തിയതെന്ന് എനിക്കറിയാം. അച്ഛനും മനുവും കൂടി പോയല്ലേ സെലക്ട് ചെയ്തത്. പ്രായം ചെന്ന് ബോധവും വിവരവും പകുതിയായ അച്ഛനെ കണ്ണീര് കാണിച്ച് മയക്കി കാണും. ആകെയുണ്ടായിരുന്ന ഒരമ്മച്ചി ചത്തുപോയി, ആരുമില്ല, അനാഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ കൂടുതലൊന്നും ചിന്തിച്ചു കാണില്ല. മനുവാണേൽ തൊലിവെളുപ്പ് മാത്രം നോക്കി, ആമ്പിള്ളേർക്ക് പിന്നെ അത് മാത്രം മതിയല്ലോ എന്നൊക്കെയുള്ള വൈജയന്തിയുടെ സംസാരം കേട്ട് അലീന അവരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കണ കണ്ട് നീ എന്നെ തുറിപ്പിച്ച് നോക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വയ്ക്കണ കണ്ട് എൻ്റെ ജയമോള് ഇതേതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ചാ, നീ അതിനോട് മെക്കിട്ട് കയറാതെ എന്ന് മുത്തശ്ശി പറയണ കേട്ട് പിന്നെ നല്ല കുടുംബം, ഏതോ പിഴച്ചവളെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഇവളോ എന്ന് വൈജയന്തി അവളെ കളിയാക്കി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സമനില തെറ്റിയ അലീന ദേഷ്യത്തോടെ ഞാനല്ലല്ലോ പിഴച്ചത്, എൻ്റെ അമ്മയല്ലേ എന്ന് വൈജയന്തിയോടായി ചോദിക്കുമ്പോൾ അതാരാണെന്ന് പോലും നിനക്കറിയില്ലല്ലോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് തൻ്റെ അമ്മയെന്ന് വിളിച്ചു പറയാൻ കഴിയാതെ അലീന അവരെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നീ എന്താ നോക്കി പേടിപ്പിക്കുന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് മുത്തശ്ശിയാണേൽ എൻ്റെ ജയമോളെ നിനക്കിതെന്തിൻ്റെ കേടാ, എന്തിനാ അതിനോട് ഇത്ര വിരോധം, നിന്റെ മോളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അലീന സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇത് കണ്ട് എന്നോട് അഭിപ്രായം ചോദിക്കാതെ എൻ്റെ ഇഷ്ടം നോക്കാതെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ, ബാലചന്ദ്രനും കൂടിയല്ലേ ആ മനുവിന്റെ കൂടെ പോയത്, ഇങ്ങനൊരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടു നിർത്തിയ പ്രശ്നമാകുമെന്ന് ബാലചന്ദ്രൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ, ഒരു കോമൺ സെൻസെങ്കിലും വേണ്ടേ എന്ന് വൈജയന്തി ബാലചന്ദ്രനെ കൂടി കുറ്റപ്പെടുത്തി പറയുമ്പോൾ നിനക്ക് ബാങ്കിൽ പോകാൻ സമയമായെങ്കിൽ പോവാൻ നോക്കെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. താൻ പോവുകയാണെന്നും പറഞ്ഞ് വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന നിന്റെ ഈ സ്വഭാവമൊന്ന് കുറയ്ക്കണം, പ്രായമായി വരുവാണ് കേട്ടോ എന്ന് മുത്തശ്ശി വിളിച്ചു പറയണ കേട്ട് പോയ വൈജയന്തി തിരിച്ചു വന്ന് അമ്മ ഇനി എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കണ്ട എന്ന് വൈജയന്തി പറയുമ്പോൾ നീ പോകുന്നെങ്കിൽ പോവാൻ നോക്ക്, സമയം വൈകുന്നു എന്ന് അമ്മ പറയണ കേട്ട് വൈജയന്തി ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ ത്യാഗഭവനിൽ രാത്രിയാവുമ്പോൾ ചിന്നുമോൾ അലീന ചേച്ചിയെയും ബ്രിജിത മമ്മിയെയും സ്വപ്നം കണ്ടെണീറ്റ് നിലവിളിച്ച് കരയുന്നുണ്ട്. ശബ്ദം കേട്ടുണർന്നു വരുന്ന സിസ്റ്റർ കുട്ടികളുടെ കൂടെ ഉറങ്ങിയിരുന്ന ഷേർലിയോട് എന്തിനാ അവൾ കരയുന്നെന്ന് ചോദിക്കുക. ബ്രിജിത മമ്മിയെയും അലീനയെയും അവൾ സ്വപ്നം കണ്ടെന്നും ഈയിടെയായി സ്വപ്നം കാണുന്നത് കൂടുതലാണെന്നും ഷേർലി പറയുമ്പോൾ അവരായിരുന്നല്ലോ ഇവളുടെ എല്ലാം, സാരമില്ല കിടത്തി ഉറക്കെന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുമ്പോൾ ഷേർലി അവളെ ആശ്വസിപ്പിച്ച് കിടത്തി ഉറക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലീന എന്തോ ബാഗിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുക. ഒരു മൊബൈൽ ഉണ്ടായിരുന്നു എന്ന് അലീന പറയുമ്പോൾ നിനക്ക് മൊബൈലൊക്കെ ഉണ്ടോ, എന്നിട്ട് ആരെയും വിളിക്കുന്നത് താൻ കണ്ടിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മമ്മിയുടെ ആണെന്നും അവിടെ നിന്ന് പോരുമ്പോൾ എടുത്തിട്ടതാണെന്നും അലീന പറയുന്നുണ്ട്. തനിക്കും ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, ഞാൻ മക്കളെ വിരിച്ച് കുറ്റം പറയുന്നു എന്നും പറഞ്ഞ് കമല അതെടുത്ത് വെള്ളത്തിലിട്ട് നശിപ്പിച്ചു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മൊബൈൽ കിട്ടുമ്പോൾ മുത്തശ്ശി അത് വാങ്ങി നോക്കി, ഇതൊരുപാട് പഴയതാണല്ലോ, ഇപ്പോഴും ഇങ്ങനത്തെ മൊബൈലൊക്കെ ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മമ്മിക്ക് ഇത് തന്നെ അധികമായിരുന്നു എന്ന് അലീന പറയുന്നുണ്ട്. അലീനയ്ക്ക് എന്താ സ്വന്തമായ ഒരു ഫോണില്ലാത്തതെന്നും ഈ കാലത്ത് മൊബൈൽ ഇല്ലാത്ത പെൺപിള്ളേരുണ്ടോയെന്നും മുത്തശ്ശി ചോദിക്കുമ്പോൾ തനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ലെന്നും ആരാ തന്നെ വിളിക്കാനുള്ളത്, ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ളവർക്കല്ലേ ഫോണിൻ്റെ ആവശ്യമുള്ളൂവെന്നും പറഞ്ഞുകൊണ്ട് ചാർജില്ലാത്ത ആ മൊബൈൽ അലീന ചാർജിലിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നല്ല മഴയുള്ള സമയത്ത് ഷോപ്പിംഗ് കഴിഞ്ഞു വരുന്ന മാമച്ചനെയും ഗ്രേസ്യാമ്മയെയും രേവതിക്കുട്ടി കൂടെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു വരുന്നതാണ്. അവർ രണ്ടുപേരും കൂടി രേവതിക്കുട്ടിയെയും ചേർത്ത് പിടിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ വരുന്നത് നോക്കി നിൽക്കായിരുന്നോ നീ എന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്. കുറെ നേരമായി നോക്കി നിൽക്കായിരുന്നു എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. പിന്നീട് ഡ്രസ്സൊക്കെ മാറി വരുന്ന മാമച്ചായനും ഗ്രേസമ്മയ്ക്കും രേവതിക്കുട്ടി നല്ല ചൂടുള്ള ജിഞ്ചർ ടീ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ടുവന്ന കവറുകളെല്ലാം ടീ പോയി തന്നെ ഇരിക്കണ കണ്ട് നീ ഇതെല്ലാം റൂമിൽ കൊണ്ടുവച്ചില്ലെന്ന് ഗ്രേസമ്മ അവളോടായി ചോദിക്കുക. മറന്നുപോയി, ഏത് റൂമിലാ വെക്കേണ്ടതെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നിന്റെ റൂമിൽ തന്നെ. അല്ലാതെ എവിടെയാന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി അമ്പരപ്പോടെയും സംശയത്തോടെയും
എനിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ ആ കവറിൽ നിന്ന് ഒരു ചുരിദാർ എടുത്ത് രേവതിക്കുട്ടിക്ക് മാച്ചാണോ എന്ന് വെച്ച് നോക്കുമ്പോൾ അത്ഭുതത്തോടെ ഗ്രേസമ്മയെ നോക്കണ രേവതിക്കുട്ടിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.